إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുട്ടികളൊക്കെ നടന്നു പോകുന്നതിന് മുന്നിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എണീറ്റ് മുന്നേക്ക്. അവിടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ളതാണ് ആ സ്ഥലം. മുന്നിൽ സ്ഥലം ഉണ്ടെങ്കിൽ കയറിയിരിക്കണം എന്നാണ്. ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ ഒന്ന് സൗകര്യത്തിന് വേണ്ടി ചാരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആദ്യ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന ഖുർആൻ പാരായണവും സൽക്കർമ്മങ്ങളും ഒക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. ഒരു ബുദ്ധിമാനായ വിശ്വാസി ആദ്യത്തെ 2 10 കൂടുതൽ
അവൻ മൂന്നാമത്തെ 10 പരിശ്രമിക്കും എന്നാണ്. കാരണം അതത്രയും വിലമതിക്കാനാവാത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ ആശിരിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു ദിവസത്തിലും ഇല്ലാത്തത്രയും കഠിനമായ പരിശ്രമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 നടത്താറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, ചൊല്ലണം, മറന്നു പോകരുത്. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ദിവസത്തിലും ഇല്ലാത്ത കഠിനമായ പരിശ്രമം റമദാനിലെ അവസാനത്തെ 10 നടത്തിയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശർ, അവസാനത്തെ 10 ആയാൽ ശദ്ദ മിസ്റഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അരമുണ്ട് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ പ്രത്യേകം അതിനു വേണ്ടി ഒരുങ്ങും. വഅഹ്യാ ലൈലഹു, രാവിലെ ജീവിപ്പിക്കുന്നതാണ്. വഅയ്ഖദ അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നതാണ് അവസാനത്തെ 10. അപ്പൊ അവസാനത്തെ 10 അല്ലാത്ത കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമസ്കാരവും ദിക്റും ദുആവും ഖുർആൻ പാരായണവും എല്ലാ ഇബാദത്തുകളും വർദ്ധിപ്പിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റമദാൻ അവസാനിക്കുമ്പോൾ നഷ്ടബോധം സൃഷ്ടിക്കുന്ന ഒരു വേദനയായി മാറാതിരിക്കാൻ, ഞാൻ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് നഷ്ടബോധം ഇല്ലാതിരിക്കാൻ നാം ഈ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തണം, പ്രാർത്ഥനയോടെ ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു പ്രവർത്തനത്തിൻ്റെ അവസാനം, അതിൻ്റെ അവസാനം നോക്കിയിട്ടാണ് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, സകല കാര്യങ്ങളിലും ഞങ്ങളുടെ പര്യവസാനം നീ നന്നാക്കണമേ. വഅജ്ർനാ മിൻ ഖസിയിദ് ദുനിയാ, ദുനിയാവിൻ്റെ നിന്ദ്യതയിൽ നിന്ന്, വഅദാബിൽ ആഖിറ, പരലോകത്തെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയോടെ പ്രവർത്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമാക്കാറുള്ള പ്രാർത്ഥനയാണ്. കാരണം വഇന്നമൽ അഅ്മാൽ ബിഖവാതിഹിമാ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിശ്ചയമായും കർമ്മങ്ങൾ അതിൻ്റെ അവസാനത്തിലാണ് പരിഗണിക്കപ്പെടുന്നത്. റമദാനിൻ്റെ ആദ്യ ദിവസങ്ങളിൽ, ആ ആദ്യ ദിനങ്ങളിൽ നന്മകളിൽ സജീവമാവുകയും അവസാന സമയങ്ങൾ അത് അങ്ങാടിയിൽ ചെലവഴിക്കുന്ന ഹതഭാഗ്യർ, നിർഭാഗ്യവാന്മാർ, അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ക്രിയാത്മകമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ഇഅ്തികാഫാണ്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം നന്നാക്കാൻ, സുദൃഢമാക്കാൻ നമസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ, ദുആകൾ തുടങ്ങി ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജുമുഅയുള്ള പള്ളിയിൽ കഴിഞ്ഞുകൂടാ. അതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമദാനിൻ 10 അയ്യാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാനിലും 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ,
ഫലമ്മാ കാനൽ ആമു അല്ലദീ ഖുബിദ ഫീഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷം ഇഅ്തഖഫ 20 യൗമ, 20 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നിരുന്നു. ഭാര്യമാർക്ക് പറ്റുമോ? സ്ത്രീകൾക്ക് പറ്റുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫിനെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, കാന യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെടുന്നതുവരെ വഫാത്താകുന്നതുവരെ റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നിരുന്നു. അവിടുത്തെ ഭാര്യമാർ അദ്ദേഹത്തിന്റെ മരണശേഷവും ഇരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഇഅ്തികാഫിരുന്നിരുന്നു. എവിടെ? പള്ളിയിൽ ഇരുന്നിരുന്നു. എന്തിനാണ് ഇരിക്കുന്നത്? എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അവരുടെ ലക്ഷ്യം ലൈലത്തുൽ ഖദർ ലഭിക്കാനായിരുന്നു. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിക്ക് എന്താ വരുന്നത്? കാരണം എന്താ അറിയോ? നമുക്ക് അതിനോടുള്ള ഒരു നിലപാട് കണ്ടാൽ നമ്മൾ മനസ്സിക്ക് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നുള്ള രൂപത്തിലാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായത്. എന്താ നമുക്ക് സ്വാധീനം ചെലുത്താത്തത്? 83 വർഷം നിങ്ങൾ കർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നു. 950ഓളം വർഷമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയത് എന്ന് പറഞ്ഞാൽ 1000-ലധികം വർഷം ജീവിച്ചിട്ടുണ്ട് എന്നർത്ഥം. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വലിയ രൂപത്തിൽ ആയുസ്സുണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇന്ന് മുതൽ 2-3 ദിവസം രാത്രി ഉറക്കൊഴിച്ച് നീ ഓവർ ടൈം എടുക്കുകയാണെങ്കിൽ ഒരു 2 മാസത്തെ ശമ്പളം ഞാൻ നിനക്ക് എക്സ്ട്രാ ആയിട്ട് തരാം എന്ന് നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? എനിക്ക് ഉറക്കം വരും എന്ന് നമ്മൾ പറയാമോ? ഇല്ല. കാരണം എന്താണ്? ആ ശമ്പളം കിട്ടും നമുക്കറിയാം. നമ്മൾ ഉറക്കളക്കും. അതിന് നമ്മൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം മാറ്റി നിൽക്കും. എനിക്ക് വർക്കുണ്ട് എന്ന് പറയും. എന്നാൽ പരലോകത്തിന്റെ കാര്യത്തിൽ 83 വർഷം പ്രവർത്തനത്തിന്റെ പ്രതിഫലം നിങ്ങളൊരു 5 രാത്രി നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ട് നമ്മളിൽ എത്ര ആളുകൾ ഇഅ്തികാഫിന് ആ പ്രാധാന്യം നൽകുന്നുണ്ട്? ആലോചിച്ചു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞാൽ? എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ചെയ്യുക എന്നതാണ്. എന്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ അവസാനത്തെ 10 ചെയ്തിരുന്നത്? അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്കെന്തുകൊണ്ടാണ് അത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാത്തത്? നമ്മുടെ മനസ്സിനെ സ്വാധീനം ചെലുത്താത്തത്? കൃത്യമായി പറഞ്ഞതാണ്. കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതാകും റമദാൻ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. ഷഹറും മുബാറക്, അനുഗ്രഹീതമായ മാസമാണത്. ഫീഹി ലൈലത്തുൻ, അതിലൊരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി നിങ്ങൾക്ക് അതിൽ ലഭിക്കാനുണ്ട്. എന്നാണത്? എന്നാന്നറിയില്ല.
ഇന്നി ഉരീതു ലൈലത്തുൽ ഖദർ ثم ഉൻസിതുഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലൈലത്തുൽ ഖദർ എനിക്ക് കാണിക്കപ്പെട്ടിരുന്നു, പിന്നീട് എനിക്കത് മറപ്പിക്കപ്പെട്ടു. ഫൽതമിസുഹാ ഫിൽ ആശിറിൽ അവാഖിരി ഫിൽ വിതർ. നിങ്ങൾ എന്ത് ചെയ്യണം? റമദാനിന്റെ അവസാനത്തിന് ഒറ്റയിട്ട രാവിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കണം. റമദാനിന്റെ അവസാനത്തെ 10 പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. ഒന്നുകൂടി പ്രത്യേകമായി റമദാനിന്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത് എന്ന് പറയാം. ഇനി വരാനുള്ള ദിവസങ്ങളെങ്കിലും 2 രാത്രി നമ്മളുടെ കഴിഞ്ഞുപോയി, 25, 27, 29. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയാണ് ഒരാൾ. അയാൾ ധാരാളമായി ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അല്ലാഹുവേ നീ പാപം പൊറുക്കുന്നവൻ, നീ മാപ്പാക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ മാപ്പാക്കണമേ. നീ മാപ്പാക്കുന്നവനാണ്, മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ മാപ്പാക്കണമേ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കാണ് റസൂലിനോട്, ഏത് പ്രാർത്ഥനയാണ്, എന്താണ് ഞങ്ങൾ ചൊല്ലേണ്ടത് ലൈലത്തുൽ ഖദറിൽ? അപ്പൊ പറഞ്ഞ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നഷ്ടപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ച് ആക്ഷേപിച്ചു പറയുന്നുണ്ട്. ഇന്ന ഹാദ ശഹർ ഖദ് ഹദറകും, ഇദാ റമദാനിലേക്ക് നിങ്ങൾ വന്നെത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, അതിലൊരു രാവുണ്ട്, അത് 1000 മാസത്തേക്കാൾ ഉത്തമമാണ്. മൻ ഹുരിമഹ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, ആ രാത്രി തടയപ്പെട്ടാൽ അവന്റെ ഖൈർ മുഴുവൻ തടയപ്പെട്ടിരിക്കുന്നു. അത് നഷ്ടപ്പെടുത്തിയ നഷ്ടം തന്നെ എന്ന് പറയില്ല നമ്മൾ സാധാരണ, അതൊരു നഷ്ടം തന്നെയാണ്. ആ വാക്കാണ് ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, എല്ലാ ഖൈറും അവന് തടയപ്പെട്ടിരിക്കുന്നു, നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. വലാ യുഹ്റമു ഖൈറഹ ഇല്ലാ മഹ്റൂം, മഹ്റൂമിനല്ലാതെ, ജീവിതമാർഗം തടയപ്പെട്ടവനല്ലാതെ ആ രാത്രിയുടെ ഖൈർ തടയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചോളിന്നാ പറയണേ. അത് തടയപ്പെടാതെ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണ് ഇരിക്കേണ്ടത്? പള്ളിയിലാണ് ഇരിക്കേണ്ടത്. അതാണ് റസൂലിന്റെ സുന്നത്ത്. നമ്മൾ പള്ളിയിലാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ ചില സ്നേഹിതന്മാർ പോയി പാടത്തിരുന്ന് സ്വലാത്തുമില്ല. പാടത്താണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ പള്ളിയിലേക്കും വരും അല്ലേ? പെരുന്നാൾ നമസ്കാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈതാനത്താണ് നടത്തിയിരുന്നത്, പള്ളിയിലല്ല. മഴണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ നമ്മളെ സ്നേഹിതന്മാർ പള്ളിയിൽ അത് നിർവഹിക്കും. എത്തിക്കാഫ് എവിടെ ഇരിക്കേണ്ടത്? പുണ്യമുള്ള രാത്രിയാണ്, രാവാണ്. അതെവിടെയാണ് ഇരിക്കേണ്ടത്? എത്തിക്കാഫ് എവിടെയാണ്? ജുമുഅയുള്ള പള്ളിയിലാണ്. അത് പാടത്തുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇഅ്തികാഫിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പശ്ചാത്താപം, തൗബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനിയുള്ള ദിവസങ്ങളിൽ തൗബ നമ്മൾ അധികരിപ്പിക്കണം. കാരണം എന്താണ്?
അങ്ങനെ ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നശിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ആരുടെ പ്രാർത്ഥന? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന. അഷ്റഫുൽ ഖൽഖിൻ്റെ ആമീൻ. ആ നിർഭാഗ്യവാന്മാരിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എത്ര പാപം ചെയ്ത ആളാണെങ്കിലും തെറ്റുകൾ ചെയ്ത ആളാണെങ്കിലും അല്ലാഹുവിനോട് തൗബ ചെയ്യുക. തൗബ ചെയ്യുന്ന സമയത്ത് ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തുവല്ലോ, ധാരാളം തെറ്റുകൾ ചെയ്തുവല്ലോ, എനിക്ക് ഇനി എങ്ങനെയാണ് ഒരു മടക്കമുണ്ടാവുക എന്ന് നീ ചിന്തിക്കണ്ട. യാ ഇബാദിയല്ലദീന അസ്റഫു, അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ വേണ്ടി പറയാണ്. ഖുൽ, പ്രവാചകരെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമകളോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ അടിമകളെ, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാകണ്ട. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കാൻ കാരണം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അങ്ങേറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമാണ്, അവൻ കരുണാനിധിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ആ ദൗർഭാഗ്യവാന്മാരിൽ, പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ആളുകളിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. തൗബ ചെയ്താൽ അത്തായിബു മിനദ്ദംബ് കമൻ ലാ ദംബ ലഹ്, ഒരാൾ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, സത്യസന്ധമായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. പശ്ചാത്തപിച്ചു മടങ്ങുന്നത് സത്യസന്ധമായിരിക്കണം. അങ്ങനെ നിങ്ങൾ സത്യസന്ധമായി അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്ന് പൊറുക്കുന്നതാണ്. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സത്യസന്ധമായി അല്ലാഹുവിനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇനിയുള്ള ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ നല്ല രൂപത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതും, പ്രധാനമായും ഇഅ്തികാഫിൻ്റെ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളതും, ലൈലത്തുൽ ഖദ്റിനെ നാം പ്രതീക്ഷിക്കണം, അതുപോലെ തന്നെ തൗബ നാം അധികരിപ്പിക്കണം എന്നുമാണ് പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചർച്ചയാവുന്ന ഒരു സംഗതി, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭമാണ് സക്കാത്ത്. സക്കാത്ത് കൊടുത്തുവീട്ടൽ നിർബന്ധമാണ്. അതിനെ നിഷേധിക്കുന്നത്
അതിന് നിഷേധിക്കുന്നവൻ കാഫിറുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ സക്കാത്തിന് റമദാനുമായി ബന്ധമൊന്നുമില്ല. റമദാൻ മാസത്തിൽ സക്കാത്തിന് ബന്ധമൊന്നുമില്ല. റമദാൻ മാസം സക്കാത്ത് കൊടുക്കേണ്ട മാസമല്ല. എന്നാൽ നമ്മൾ എന്തിനാണ് റമദാൻ മാസത്തിൽ സക്കാത്ത് കളക്ട് ചെയ്യുന്നത്? ഒരാളുടെ സമ്പത്തിൻ്റെ നിസ്വാബ് പൂർത്തിയായി ഒരു വർഷം തികയുമ്പോൾ ആ നിസ്വാബും കഴിഞ്ഞുള്ള സമ്പത്ത് ബാക്കിയുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാളുടെ നിസ്വാബിൻ്റെ സമയം റമദാനാണെങ്കിൽ റമദാനിൽ സക്കാത്ത് നൽകണം എന്ന് മാത്രം. പക്ഷെ സക്കാത്ത് നൽകേണ്ടത് അറബി മാസം അനുസരിച്ചാണ്. അറബി മാസം അനുസരിച്ചാണ് എന്നതിനാൽ വിട്ടുപോകാതിരിക്കാനായി ഒരാൾ സക്കാത്ത് കൊടുക്കാനായി എല്ലാ റമദാനും തിരഞ്ഞെടുക്കുമ്പോൾ അതിലെന്തില്ല, തെറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മാസം എന്ത് ചെയ്യുക, സക്കാത്ത് കളക്ട് ചെയ്യാറുള്ളത്. അതിൻ്റെ അളവ് എങ്ങനെയാണ്, എത്രയാണ് എന്നുള്ളതൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല. ഇൻഷാ അല്ലാഹ് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടെ പറഞ്ഞു തരുന്നതാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിത്ർ സക്കാത്ത് റമദാനിൻ്റെ അവസാന നാളുകളിൽ സജീവമായി നടക്കേണ്ട ഒരു പുണ്യപ്രവർത്തനമാണ്. റമദാൻ അനുഷ്ഠാനം അവസാനിക്കുന്നതോടെ നിർബന്ധമാകുന്ന ദാനമാണ് സക്കാത്തുൽ ഫിത്ർ. എന്താണ് അതിൻ്റെ ലക്ഷ്യം? പെരുന്നാൾ ദിനത്തിൽ സമൂഹത്തിൽ വിശക്കുന്നവരായിട്ട് എന്ത് ചെയ്യരുത്, ആരുണ്ടാവരുത്. സക്കാത്ത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കാണ്. എന്നാൽ ഫിത്ർ സക്കാത്ത് പാവപ്പെട്ട ആളുകൾക്കും നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സ്വന്തത്തിന് അതേപോലെ കുടുംബത്തിനും പെരുന്നാൾ ദിവസത്തേക്കുള്ള ചെലവ് കഴിച്ച് കയ്യിൽ മുതലുള്ള എല്ലാവരും എങ്ങനെ പെരുന്നാൾ ദിനത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും ചെലവിനുണ്ടെങ്കിൽ, അത് കഴിച്ചുള്ള മുതലുണ്ടെങ്കിൽ ആ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം, ആ കുടുംബനാഥൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അതിൻ്റെ ലക്ഷ്യം? ഫറദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തുഹ്റതൻ ലിസ്വായിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്റിനെ നിശ്ചയിച്ചിരിക്കുന്നത് തുഹ്റതൻ ലിസ്വായിം, നോമ്പുകാരൻ്റെ ചെറു പാപങ്ങൾക്കുള്ള ശുദ്ധീകരണമാണ്. മിനൽ ലഗ്വി വറഫസ് വതുഅമതൻ ലിൽ മസാകീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വതുഅമതൻ ലിൽ മസാകീൻ, മിസ്കീനുകൾക്ക് സാധുക്കൾക്കുള്ള ഭക്ഷണവുമാണ്. അപ്പം അതിൻ്റെ അവകാശികളിൽ നമ്മൾ ഓരോരുത്തരുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, സക്കാത്തുൽ ഫിത്ർ കൊടുക്കും. അതേ അളവ് സക്കാത്തുൽ ഫിത്ർ അങ്ങോട്ട് വാങ്ങും ചെയ്യും. എനിക്ക് 5 ആൾ, എൻ്റെ വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കുള്ളത് എത്ര? 100 രൂപയിൽ ഒരാൾക്ക് 500 രൂപ കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, 500 രൂപക്കുള്ള അരി വാങ്ങുക. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. ഞാൻ മിസ്കീനാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് വാങ്ങാം. അല്ല എങ്കിൽ മിസ്കീനായിട്ടുള്ള ഫക്കീറായിട്ടുള്ള ആളുകൾക്ക് ആണ് അതിൻ്റെ അവകാശം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തുഅമതൻ ലിൽ മസാകീൻ. അപ്പം നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടത് എല്ലാവരും കൊടുക്കണം. വാങ്ങുന്നതിന് എനിക്ക് അർഹത ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങാം, നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അതിൽ പ്രത്യേകിച്ച് എന്തില്ല, പ്രത്യേകിച്ച് ബർക്കത്തൊന്നുമില്ല. ഫിത്ർ സക്കാത്തിൻ്റെ അരി എന്ന് പറഞ്ഞിട്ട് എന്തില്ല, ബർക്കത്ത് കൊണ്ട് വാങ്ങേണ്ട ആവശ്യമല്ല. നിങ്ങൾ മിസ്കീനാണെങ്കിൽ ഫക്കീറാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾക്കറിയാം. മൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സക്കാത്തും മഖ്ബൂല. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് കൊടുത്താൽ അത് ഫിത്ർ സക്കാത്താണ് ആയിട്ട് അല്ലാഹു തആല പരിഗണിക്കുന്നതാണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാ
പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ ഫഹിയ സ്വദഖത്തും മിന സ്വദഖാത്ത്, ഫിത്ർ സക്കാത്ത് അല്ലാതെ സ്വദഖ സാധാരണ സ്വദഖയായിട്ടാണ് പരിഗണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ ആളുകളും നിർവഹിക്കുകയും വാങ്ങേണ്ട ആളുകൾ മാത്രം വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമളാൻ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉപകാരപ്പെടുത്താൻ, പ്രയോജനപ്പെടുത്താൻ, പരിശ്രമിക്കുവാൻ ഇഅ്തികാഫിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, ദിക്ർ ദുആകളിലൂടെ, സ്വദഖകളിലൂടെ, സ്വദഖകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് അവസരങ്ങളാണ്, ഇനി ദിവസങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റ് കണക്കെ സ്വദഖകൾ ചെയ്തിരുന്നു. പ്രവാചകൻ്റെ അടുത്ത് ഉണ്ടായിട്ടൊന്നുമല്ല, ഉള്ളതിൽ നിന്ന് എന്ത് ചെയ്യുക? സ്വദഖ ചെയ്യുക. സക്കാത്താണല്ലോ നിസാബത്ര എന്നുള്ളത്, സ്വദഖ എല്ലാവർക്കും ചെയ്യാം. 10 ഉറുപ്പിയുള്ളവൻ 1 ഉറുപ്പ്യ കൊടുത്തൂടെ? നമുക്കെത്രയാണോ ഉള്ളത് അത്ര കൊടുക്കുക. അതിന് ഇത് കുറച്ചുള്ളല്ലോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമല്ല. കാരണം ചില സമയത്ത് നമ്മൾ കൊടുക്കുന്നത് മറ്റോ 1 ലക്ഷം കൊടുക്കുന്നതിനേക്കാളും വാല്യൂ ഉണ്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, 1 ദീനാർ 1 ലക്ഷം ദീനാർ, 1 ദിർഹം 1 ലക്ഷം ദിർഹമിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ മൂല്യമുള്ള സമയമുണ്ട്. അപ്പോൾ റസൂലിനോട് ചോദ്യം, അതെങ്ങനെ റസൂലേ? ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, ആ സമ്പത്തിൽ നിന്ന് 1 ലക്ഷം എന്ത് ചെയ്തു? അദ്ദേഹം സ്വദഖ ചെയ്തു. എന്നാൽ ഒരാളുടെ അടുത്ത് 2 ദിർഹം മാത്രമേ ഉള്ളൂ, ആ 2 ദിർഹത്തിൽ നിന്ന് 1 ദിർഹം അവൻ സ്വദഖ ചെയ്തു. പൈസ ഇല്ലാത്ത അവൻ്റെ കുറ്റമല്ല, അള്ളാഹു കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവൻ ഉള്ളതിൽ നിന്ന് പകുതിയെ കൊടുത്ത്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ ആ രൂപത്തിലാണ് പ്രതിഫലം കിട്ടുക എന്നാണ്. അപ്പോൾ എന്താണ് ഉള്ളത്, അതിൽ നിന്ന് നമുക്ക് എത്രയാണോ കൊടുക്കാൻ സാധിക്കുക ആ സ്വദഖ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ കർമ്മങ്ങളിൽ സജീവമാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.